വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഇതിനോടൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പേര് ആ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻസി റിസൾട്ട് കിട്ടാത്തവരും ഉണ്ട്. ഓരോ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ്. അതിൽ പോകണോ, ഇതിൽ പോകണോ, എന്ത് ചെയ്യണം, ഗ്രാമ്പു വെള്ളം കുടിക്കണോ, ഉലുവ വെള്ളം കുടിക്കണോ, ചെറിയ ജീരകം കുടിക്കണോ, പെരുംജീരകം കുടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്കെല്ലാം കൂടി എടുക്കാൻ പറ്റില്ല ചേച്ചി, ഏതെങ്കിലും ഒന്നേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എല്ലാ ടിപ്സും ഒരുപാട് ഒരുമിച്ച് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ആരോടും പറയാറില്ല. ഏതെങ്കിലും ഒരു ടിപ്പ് ഒരു 3 മാസം കൃത്യമായിട്ട് ഫോളോ ചെയ്യാനാണ് എല്ലാവരോടും പറയുന്നത്. പക്ഷെ ഒരു വ്യഗ്രത ഉണ്ടാവുമല്ലോ, ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് പ്രഗ്നൻ്റ് ആയി അപ്പോൾ അതിലോട്ട് പോയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വ്യഗ്രതയുള്ള ആളുകൾക്ക് നമ്മുടെ എല്ലാ ഗുണങ്ങളും കൂടി അടങ്ങിയിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ലൈവ് ഇല്ലേ എന്നുള്ള കാര്യം. എനിക്ക് വായിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് വായുടെ ഉള്ളിലായിട്ടൊരു കുരു വന്നേക്കാണ്. 1, 2, 3 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വർത്താനം പറയാനൊക്കെ. ലൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെക്ഷനിൽ നമ്മൾ ലൈവായിട്ട് നിൽക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് പോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ലൈവ് പോകാതെ. ഒന്ന് ഹെൽത്ത് വൈസ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ലൈവ് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ടീക്കറി എന്ന ബ്രാൻഡിൻ്റെ ഫെർട്ടി-ടീനെ പറ്റിയിട്ടാണ്. വുമൻസിനും അതുപോലെ മെന്നിനും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് ടീ പ്രൊഡക്ട്സ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഫെർട്ടി-ടീ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എല്ലാ കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഫെർട്ടി-ടീ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ കയറി പ്രൊഡക്റ്റ് മേടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഫെർട്ടി-ടീ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ബെനഫിഷ്യൽ ആകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നോക്കാം. ഏറ്റവും ആദ്യത്തേത് സ്പിയർമെൻറ്റ്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പിയർമെൻറ്റിനെ പറ്റിയിട്ട്. അതിന് ഒരുപാട് പേരും അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവരൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ സ്പിയർമെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, ഫ്രീ റാഡിക്കൽസിൽ നിന്ന്, അതുപോലെ ഡാമേജ് ഉണ്ടാകുന്നതിൽ നിന്ന് എഗ്ഗിനെ പ്രിസർവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് LHൻ്റെയും FSHൻ്റെയും അതുപോലെ ഈസ്ട്രോജൻ്റെയും ഒക്കെ ബാലൻസ് കൃത്യമായിട്ട് ഉണ്ടാകുന്നതിനും, നാച്ചുറലി ഓവുലേഷൻ നടക്കാത്ത സ്ത്രീകൾക്ക് ആ ഒരു ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു എഫക്റ്റ് ബോഡിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ സ്പിയർമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ കണ്ടന്റ് ഈ ഒരു ഫെർട്ടി-ടീയിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ആദ്യം ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. രണ്ടാമതായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ആസ്പെറാഗസ് ആണ്. ആസ്പെറാഗസിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. ഇത് ഒരുപാട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഒരുപാട് വിറ്റമിൻസിൻ്റെ കണ്ടന്റും അതുപോലെ ഫോളിക് ആസിഡിൻ്റെ കണ്ടന്റും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് കൊണ്ടിട്ട് ഏർലി സ്റ്റേജിൽ തന്നെ ആ ഒരു ഫോളിക് ആസിഡിൻ്റെയൊക്കെ കണ്ടന്റ് നമുക്ക് ശരീരത്തിൽ വേണ്ട സമയത്ത് തന്നെ ആ ലെവലിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഈ കൊടിത്തൂവ എന്ന് പറയും. നമ്മുടെയൊക്കെ പറമ്പുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒന്നാണ് ഈ കൊടിത്തൂവ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പറയില്ലേ ചൊറിയണം ചെടി എന്ന് പറയില്ലേ, ഇത് നമ്മൾ തൊട്ടാൽ നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞ് ഇത് ചൊറിയുമെങ്കിലും വേണ്ട രീതിക്ക് പ്രോസസ്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ കൊടിത്തൂവ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴേക്കും ശരിക്കും അന്തം വിട്ടുപോയി. ദൈവം ഇത്രയും ഗുണങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഇതുപോലെ ഉണ്ടാവുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതിൻ്റെ ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. കാരണം നിങ്ങൾ സർപ്രൈസ്ഡ് ആയി പോകും. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ആ ബ്ലഡിന് നന്നായിട്ട് പ്യൂരിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നു. ബ്ലഡ് പ്യൂരിഫിക്കേഷനാണ് ഇതിൽ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ്. ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശരീരം നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. രണ്ടാമത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഇറഗുലർ മെൻസ്ട്രേഷൻ ഉള്ള ആളുകൾക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ കൊടിത്തൂവ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് റെക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് ചേച്ചി എന്ന് പറയുന്നവരുണ്ട്. മെഡിസിൻ എടുത്തിട്ടും ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും ധാരാളം വെള്ളം കുടിച്ചിട്ടും പിന്നെയും എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഡൈജഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയൺ ഡെഫിഷ്യൻസി ശരീരത്തിലുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അനീമിക് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് നന്നായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ 10 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 സ്ത്രീകൾ അനീമിക് ആവാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സിറ്റുവേഷനൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ബോഡി ഫുള്ള് നീർക്കെട്ടുള്ളവരുണ്ടാവുമല്ലോ, നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്ത്, കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ തുടർച്ചയായിട്ട് നീർക്കെട്ട് ഉണ്ടാകുന്നവർക്ക് അതൊന്ന് ക്യൂർ ചെയ്യുന്നതിനും, ഒപ്പം നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനും, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ആ ഒരു ലെവൽ കൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ കൊടിത്തൂവ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടന്റും ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് തരുന്നത് ഇതിൽ കറുവപ്പട്ട അടങ്ങിയിട്ടുണ്ട്, ഉലുവ അടങ്ങിയിട്ടുണ്ട്, പെരുംജീരകം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരുപാട് ഡ്രിങ്ക്സ് ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ താഴെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എനിക്ക് പെരുംജീരകം എടുക്കണമെന്നുണ്ട്, അതുപോലെ കറുവപ്പട്ട എടുക്കണമെന്നുണ്ട്, ഗ്രാമ്പു എടുക്കണമെന്നുണ്ട്, ഇതെല്ലാം കൂടി ഒരുമിച്ച് എടുക്കാവോ, അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതെല്ലാത്തിൻ്റെ കണ്ടന്റും ഈ ഒരു ഫെർട്ടി ടീയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഇതൊരൊറ്റൊരെണ്ണം നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പെരുംജീരകത്തിനെ പറ്റിയിട്ടും അതുപോലെ കറുവപ്പട്ടേനെ പറ്റിയിട്ടും ഉലുവേനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം ഓവറോൾ ഇത് മൂന്നും ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന്, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ബാലൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നമ്മുടെ ബോഡിയിൽ നടക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എഗ്ഗ് വളരുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കനായിട്ട് നിൽക്കുന്നതിനും അത് ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ രണ്ട് സിറ്റുവേഷൻസും പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡി നന്നായിട്ട് നറിഷ് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കനായിട്ട് വളരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു 3 ഐറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ഇവർ നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ബെനിഫിറ്റ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. ആ ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കിനി 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേത്, നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാത്തവരാണെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറഗുലർ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ചിലർക്കൊക്കെ ഹോർമോൺസിന്റെ ഒരു വ്യത്യാസം കൊണ്ട്, ഈസ്ട്രോജന്റെ ഒരു ഡൊമിനൻസ് വരുന്നതുകൊണ്ടോ മറ്റു പല റീസൺസ് കൊണ്ടോ ഓവുലേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ദിവസം നീണ്ടു പോകുന്നവരുണ്ടാകും. 1, 2, 3 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതല്ല കേട്ടോ. ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഓവുലേഷൻ ഡേറ്റിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഒപ്പം തന്നെ AMH വാല്യൂ നന്നായിട്ട് കുറഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, 0.1 പോയിന്റിലൊക്കെ AMH ലെവലിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് AMHന്റെ ഒരു വാല്യൂ കുറവാണെങ്കിൽ കൂടി തന്നെ നമ്മുടെ എഗ്ഗിന്റെ ഒരു റിസർവ് നന്നായിട്ട് ഉണ്ടാകുന്നതിനും ആ ഉള്ള എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ട് തിക്കണായിട്ട് ഗ്രോ ആവുന്നതിന് വേണ്ടിയിട്ടും എൻഡോമെട്രിയൽ ലൈനിങ് വീക്കൺ ആവുന്ന സിറ്റുവേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 40 ടീ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മളിൽ ട്യൂബൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള സിലമൻ ആണെങ്കിലും അതുപോലെ ഉലുവ, പെരുംജീരകം, അതുപോലെ കൊടുത്തുവ, ഇതെല്ലാം തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നേരത്തെ കൊടുത്തുവയിൽ പറഞ്ഞതുപോലെ തന്നെ രക്തശുദ്ധീകരണത്തിന് ഇത് സഹായിക്കുന്നു. ഇത് മറ്റുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയുമ്പോഴേക്കും ബ്ലോക്കേജ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ബോഡിയിൽ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ട്യൂബിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് മൈനർ ആയിട്ടാണെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്താണ് പലർക്കും ഫെർട്ടിലൈസേഷൻ നടക്കാത്തത്. അതായത് ബീജസങ്കലനം നടക്കാത്തതും അതുപോലെ ട്യൂബിൽ തന്നെ ഇംപ്ലാന്റ് ആയി പോകുന്ന സിറ്റുവേഷൻസും ഉണ്ടാകുന്നത്. ഓൾറെഡി ഒരു ട്യൂബിൽ ബ്ലോക്കേജിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ട്യൂബ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പ്രൊലാക്റ്റിൻ ലെവൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയെ പ്രിപ്പയർ ആക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. അതിന്റെ ലെവൽ കൃത്യമായിട്ടല്ല ശരീരത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ അത് നമ്മുടെ ഓവുലേഷൻ ഉണ്ടാകുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പ്രൊലാക്റ്റിന്റെ ലെവൽ നോർമലായിട്ട് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 40 ടീ ഉപയോഗിക്കാവുന്നതാണ്. ഓൾറെഡി പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ ലെവൽ നല്ല ഹൈ ആയിട്ടിരുന്നത് മെഡിസിൻ എടുക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കണമെന്നില്ല. കാരണം ഓൾറെഡി മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വാല്യൂ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. മെഡിസിൻ എടുക്കാത്ത ആളുകൾക്കൊക്കെ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്.
ഇനി ഈ ഫെർട്ടിലിറ്റി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടീ ബാഗായിട്ടും അതുപോലെ തന്നെ ടീ ലീസുമായിട്ടും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ടീ ബാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ടീ ബാഗ് നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അത് ഒരു ടീ ബാഗ് നന്നായിട്ട് തിളച്ചിട്ട് ഒരു ടീ ബാഗ് അതിലോട്ട് മുക്കി വെച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് 2 കപ്പ് വേണമെങ്കിൽ കുടിക്കാം. അത് ഒരുപാട് വലിയ കപ്പിൽ കുടിക്കരുത്. ചെറിയൊരു ചായ ഗ്ലാസ്, നമ്മൾ കുടിക്കുന്ന ചായ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ രാവിലെയും വൈകുന്നേരം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ 1 കപ്പാണ് കുടിക്കാനായിട്ട് ഇഷ്ടമുള്ളതെങ്കിൽ ആ 1 കപ്പ് വെള്ളത്തിലോട്ട് ഈ ടീ ബാഗ് ഇട്ട് നിങ്ങൾ മുക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ സത്ത് മൊത്തം അതിലോട്ട് എത്തിക്കോളും. ടീ ബാഗ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം, അതായത് നോബ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ, അതായത് വെള്ളം തിളപ്പിക്കരുത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വെച്ചിട്ട് നിങ്ങൾ ടീ ബാഗ് മുക്കി വെക്കുക കേട്ടോ. ടീ ബാഗ് മുക്കി വെച്ചിട്ട് പിന്നെ തിളപ്പിക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ ലീസായിട്ടാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അതൊരു ചെറിയൊരു ടീസ്പൂൺ നിങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വലുതായിട്ട് ക്വാണ്ടിറ്റിയിലൊന്നും നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട. അത് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ നിങ്ങളത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളകിക്കോളും. എന്നിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഗ്രീൻ ടീ ആണെങ്കിലും മറ്റേത് ടൈപ്പ് ടീ ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ആറിയതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ. ഒരുപാട് തിളച്ച ചൂടിൽ നിങ്ങളെടുത്ത് കുടിക്കേണ്ട. നമ്മൾ സാധാ തിളപ്പിച്ച വെള്ളം കുടിക്കില്ലേ, അതുപോലെ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. 1 മാസമെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ടീ ബാഗ് തീരുന്നത് വരെയെങ്കിലും നിങ്ങളിത് പ്രോപ്പറായിട്ട് എടുക്കുക കേട്ടോ. 1 മാസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അടുത്തൊരു 2 മാസം കൂടി നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. കാര്യം ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ ഫെർട്ടിലിറ്റി. അതുപോലെ അവരുടെ ഒരു ടീക്കറയുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ഒരു പാനലിലുള്ള ആൾക്കാർ ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിനൊരു ബെനിഫിറ്റ് മറ്റുള്ള പേഷ്യൻസിനൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.